ഒരുപാട് ആൾക്കാർക്ക് എന്റെ ജീവിത പാടുണ്ടല്ലോ ഏറ്റവും വലിയൊരു പാടാ. ആ കാര്യം പറഞ്ഞത് എന്റെ ജീവിത പാടുന്ന ഏറ്റവും വലിയ പാടാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ ചോദിക്കുന്നുണ്ട്, നിച്ചോ നീ എന്തിങ്ങനെ ആയിപ്പോയാന്ന്. ഞാൻ പറഞ്ഞു എന്ത് പറയാനാ, എല്ലാം വിധി എന്ന് പറയാം, ദൈവനിക്ഷയം അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഇങ്ങനെ ആയിപ്പോയത്, ഇല്ലെങ്കിൽ എന്ത് പറയാനാ. ഒരു സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്, എന്നിനും ഏതിനും ഫ്രണ്ട്സിന്റെ ഏത് കാര്യത്തിൽ ഞാൻ തന്നെ വേണം. ഞാനില്ലെങ്കിൽ ഫ്രണ്ട്സിന് അനങ്ങാൻ പോയി പറ്റുന്നില്ല, അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്ത് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ എൻ്റെ വല്ലാത്തൊരു ഇഷ്ടമാണ്, ഭയങ്കര സംഭവമാണ്. എന്തൊരു കാര്യത്തിനും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കോ, രാത്രി പോകുമ്പോഴത്തേക്കോ, എയർപോർട്ടിൽ പോകുമ്പോഴത്തേക്കോ, എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്കോ എന്തിന് ദുബായിൽ ഞാൻ തന്നെ വേണം. അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഉമ്മർക്ക് എന്തോ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ ആയി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഈ കറിയാപ്പലൊക്കെ നിറയുമ്പോഴത്തേക്ക് വില ഉള്ളത് കറിക്കിടുമ്പോൾ മാത്രമേ ഉള്ളൂ. കറി കിട്ടാതെ കഴിക്കല്ലേ വെച്ചിട്ട് ചാടല്ലേ ഉള്ളൂ വെച്ച് പിന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്റെ ജീവിതത്തിന് ഒരുപാട് നഷ്ടം സംഭവിച്ചു. ഒരുപാട് നഷ്ടം സംഭവിച്ചു. ഞാൻ അറിഞ്ഞുകൊണ്ടും അറിയാതെ കൊണ്ടും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ക്യാഷ് ഒന്നും ഇല്ലാതായി, ഒട്ടുകാർ നാട്ടിലായി. അത് പിന്നെ വന്നു വന്നിട്ടാകുമ്പോഴത്തേക്ക് മനസ്സിലായി ഞാൻ വെറും പൊട്ടനല്ലേ, എന്ത് എനിക്ക് ക്യാഷ് ഒന്നും ഇല്ല. അങ്ങനെ ക്യാഷ് ഇല്ലാതെ ഒറ്റ പൂജയായി. ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ മുതലേ ഒന്നിച്ച് ഫുഡ് കഴിച്ച സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളൊക്കെ ഞാൻ അതേ റൂമിലായിരുന്നു. അങ്ങനെ ആ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് ഞാൻ ബാൽക്കണി ഇരിക്കുന്ന സമയത്ത് മെല്ലെ ആൾക്കാരൊക്കെ പോയി കിച്ചണിൽ പോയിട്ട് എല്ലാ കൂട്ടം കൂട്ടിച്ച് സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ചു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തരുന്നതിന് വേണ്ടിയില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരുന്നു ഞാൻ വേണ്ടിയിട്ടില്ല. ഫുഡ് കഴിക്കാതെ 2-3 ദിവസമായിരുന്നു. വെള്ളവും ഒരു പാക്ക് കുബൂസും ഒരു സുഹൃത്തുണ്ടായിരുന്നു ലുക്മാൻഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി അയാളെ അച്ചാറുണ്ടായിരുന്നു. അത് വെച്ച് 3 ആഴ്ച 2 ആഴ്ചക്കിടെ കഴിച്ചു. അങ്ങനെയൊക്കെ പോയി കാര്യങ്ങൾ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ സിമ്മൊക്കെ കട്ടായി. പറയുമ്പോഴത്തേക്ക് അതിന്റെ ഓരോ സിമ്മൊക്കെ കട്ടായിട്ടാകുന്ന സമയത്ത് എന്തായെന്നറിയാം, അന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് ആരും ഒന്നുമില്ല. ആദ്യം സിം എടുത്ത് കൊടുക്കുക, ഫോൺ വിളിച്ചോണ്ടി. എന്റെ ഏറ്റവും വലിയ സുഹൃത്തുണ്ടായിരുന്നു, എന്റെ ഏറ്റവും ചങ്കായിരുന്നു. എല്ലാത്തിനും ഞാൻ കൂടെ നിന്നാണ് ഒരാള്. അവന് ഞാൻ പറഞ്ഞു തൽക്കാലത്ത് 1 മാസം 2 മാസത്തേക്ക് ഒരു സിം എടുത്ത് തരുമോ, വേറെ വഴിയില്ലടാ, ഫോൺ വിളിക്കാതെ പറ്റുന്നില്ല. ഓൻ പറഞ്ഞെന്താ അതിനെ കൊണ്ട് പറ്റൂല. അപ്പൊ എനിക്ക് മനസ്സിലായി പണം ഉണ്ടെങ്കിൽ മാത്രമേ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. അങ്ങനൊക്കെ സംഭവം. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. മുന്നോട്ട് ഇപ്പോഴും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന 2 ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, 10-15 വർഷം മുമ്പ് കണ്ടത്. ഇങ്ങനെ സ്കൂളിന്റെ ഗ്രൂപ്പിനൊക്കെ ആയി വന്നത്. അവരുടെ പിന്നെ ഭയങ്കര സംഭവം മറ്റാ പറഞ്ഞൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര ഒരു ദിവസം പറഞ്ഞത് എന്റെ പൈസ ഒന്നുമില്ല, ഇങ്ങനെ സംഭവം. അന്ന് കട്ട് ചെയ്ത ഫോണിന് 2 വീണ്ടും വന്നിട്ടില്ല. പണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വില ഉള്ളൂ. പിന്നെ നമുക്ക് പണം അയക്കാത്ത കൊണ്ട് വീട്ടിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം, ഈ മോളുടെ സ്കൂളിന്റെ ഫീസ് എടുക്കുന്ന പ്രശ്നം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് മോളുടെ ഫീസ് എടുക്കണം. 22,000 പൈസ ഉണ്ട് നാട്ടില്. 2 മക്കളുണ്ട്. അങ്ങനെ 2 മക്കളെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാതാകുമ്പോഴത്തേക്ക് ഒരാൾ 1000 ദിർഹംസ് കടം മേടിച്ചു. പെട്ടെന്നാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞ് ഇവിടെ പൈസ നാട്ടിൽ ഇപ്പൊക്കെ ഓൺ ദ സ്പോട്ട് പൈസ ഇട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ അവന് പൈസ കൊടുത്തപ്പോൾ ഇന്നും പോയിട്ടില്ല. ആൾ മുങ്ങി. എന്ത് പറയുന്ന കടം മേടിച്ചിട്ടാക്കുന്നത്. ആ സമയത്ത് നേരം വീട്ടിലൊക്കെ ഒരു പൈസ കൊടുക്കാത്ത ഒരാൾ വെച്ചായി. അതാണ് സംഭവം. ഒരു ഫ്രണ്ട്സും പണത്തിന് വേണ്ടി വരുന്ന ഒരു ഫ്രണ്ട്സിനെയും ഒന്നിച്ച് കൂട്ടരുത്. ഓരോ ആൾക്കാർ നമ്മൾ പണം ഉണ്ടെങ്കിലോ, നമ്മൾ കാറുണ്ടെങ്കിലോ, വണ്ടി ഉണ്ടെങ്കിലോ ഒരുപാട് സൂപ്പർ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് ഒന്നില്ലെങ്കിലും ബാക്കുന്ന അതേ നമ്മൾ തീറ്റ് കൊടുത്തിട്ടും പട്ടിയെ പോലെ വളർത്തിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലേ, നമ്മളെ വിട്ടുപോകും. എന്റെ പണത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരെ വളരെ സൂക്ഷിക്കണം. എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്.
ഏറ്റവും ഒരുപാട് ആൾക്കാർക്ക് എന്റെ ജീവിത പാടുണ്ടല്ലോ ഏറ്റവും വലിയൊരു പാടാ. ആ കാര്യം പറഞ്ഞത് എന്റെ ജീവിത പാഠം തന്നെ ഏറ്റവും വലിയ പാടാണ്. അതുകൊണ്ട് എന്റെ ജീവിത പാഠത്തിന് ആർക്ക് വേണേ പറഞ്ഞു കൊടുക്കുക, എങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ കഴിയണം, എങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താ, ഓരോ ഫ്രണ്ട്സ് ഈ പണത്തിനായിട്ടും ഫുഡിനായിട്ടും കൂടെ കൂടുന്ന ഫ്രണ്ട്സ് എങ്ങനത്തെ മുഖമുള്ളത് വെച്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ മുഖമുള്ള ആൾക്കാരൊക്കെ എനിക്കൊരു നിശ്ചയമാണ്. അന്ന് എല്ലാ ഫ്രണ്ട്സുകൾക്കും ഇതൊരു പാഠമാകട്ടെ. നന്ദി, നമസ്കാരം.